എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ SCRT സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളെയാണ് നമ്മൾ വളരെ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നോക്കി വരുന്നത്. അപ്പോൾ ഏകദേശം 11 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വരുന്ന ഒരു 12ാമത്തെ ക്ലാസ്സും വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ടോപ്പിക്കുകൾ കടന്നു വരുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണിത്. ഇതോടുകൂടി നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട വസ്തുതകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായി എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം വരെ മനസ്സിലാക്കിയത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പാർട്ടുകൾ നമ്മൾ മനസ്സിലാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എപ്രകാരമാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കി. 1947 ഓഗസ്റ്റ് മാസം 15ാം തീയതി എപ്രകാരമാണ് ഇന്ത്യയെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യമായി തീർന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ സ്വാതന്ത്ര്യാനന്തരം നേരിട്ട വെല്ലുവിളികൾ. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തെല്ലാമാണ് അനുഭവിച്ചതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ആ സെഷനുകളാണ് ഇനി നമ്മൾ കടന്നു പോകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചെറിയൊരു ചിത്രം നൽകിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അത് എവിടെ നിന്നാണ് അവരെടുത്തിരിക്കുന്നത്? ഡൊമിനിക് ലാപ്പിയറിന്റെയും ലാറി കുണിൻസിന്റെയും സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്ന് പറയുന്ന പുസ്തകം, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ചില പോർഷന്റെ ഒരു ചിത്രം അതിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു പോയാൽ മതിയാകും. ഞാനത് നിങ്ങളെ വായിച്ച് സമയം കളയുന്നില്ല. നോക്കൂ, അതിനുശേഷം അവർ പറയുകയാണ്, ഇന്ത്യ സ്വതന്ത്രമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി എത്തുകയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനോടൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കൂ, രാജ്യം സ്വതന്ത്രമാകുന്നതിനോടൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു രാജ്യം സ്വതന്ത്രമാകുന്നു. എങ്ങനെ? നമ്മുടെ വലിയ ഭൂപ്രദേശത്തെ വെട്ടിമുറിച്ച് 2ആക്കി പാകിസ്ഥാൻ എന്ന് പറയുന്ന മറ്റൊരു രാജ്യം കൂടി രൂപീകരിക്കപ്പെടുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതിന്റെ കാര്യകാരണങ്ങളും അങ്ങനെ രൂപീകരിക്കാനിടയായ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയിരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന വർഗീയ ചിന്തകൾ എങ്ങനെയാണ് ഒരു വർഗീയ കലാപത്തിലേക്ക് മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകരിക്കുകയാണ്. ഏതൊക്കെയാണ്? ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറയുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞതായി. എന്തുകൊണ്ട്? നമ്മൾ 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും പറഞ്ഞുകൊണ്ട്. ഒരുപാട് ജനങ്ങളുടെ കണ്ണീരും ചോരയും വിയർപ്പും നിറഞ്ഞ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെ വിഭജനാനന്തര ഇന്ത്യയുടെ ഒരു ഭൂപടം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യയെ എപ്രകാരമാണ് 2ആയി വിഭജിച്ചതെന്ന് അതിൽ പരിശോധിക്കൂ. ടെക്സ്റ്റിൽ വളരെ കൃത്യമായി നൽകിയിട്ടുണ്ട്. പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്നും കിഴക്കൻ പാകിസ്ഥാൻ എന്നും 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ. 2 പ്രദേശങ്ങളായിട്ട് ഇന്ത്യ വിഭജിച്ചിരിക്കുകയാണ്. നോക്കൂ, ഈ ഒരു ഭാഗത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ വരുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കിഴക്കൻ പാകിസ്ഥാൻ വരുന്നുണ്ട്. അങ്ങനെ ഇന്ത്യ 2ആയി വിഭജിക്കപ്പെടുകയാണ്. അതിന്റെ ഭൂപടം വളരെ കൃത്യമായി നോക്കി വെക്കുക. നിങ്ങൾക്ക് അതിന്റെ രൂപരേഖ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മൾ മറ്റൊരാളെ പരിചയപ്പെടുകയാണ്. ആരാണ്? നമ്മൾ ഇത്രയും നാൾ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ബ്രിട്ടീഷുകാരെയും കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനത്തിനുമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ ഇന്ത്യയിലേക്ക് വരികയാണ്. ആരാണത്? സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി വരികയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്? ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കുന്നതിന് ലണ്ടനിലെ പ്രസിദ്ധ ഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെ ആയിരുന്നു ചുമതലപ്പെടുത്തിയത്. പുള്ളിയുടെ ദൗത്യം എന്തായിരുന്നു? ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുകയാണ്. ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രമാണ് വിഭജിക്കപ്പെട്ടത്. വളരെ കൃത്യമല്ലേ ആ പോയിന്റ്? എവിടെയാണ്? ബംഗാളും പഞ്ചാബും മാത്രമാണ് വിഭജിക്കപ്പെട്ടത്. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ വളരെ കൃത്യമായ പോയിന്റ്.
പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. ഓർത്തു വയ്ക്കൂ, പശ്ചിമ ബംഗാൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയിൽ തന്നെയാണ് നിൽക്കുന്നത്, ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്നാൽ പൂർവ്വ ബംഗാളോ കിഴക്കൻ പാകിസ്ഥാനായി മാറുകയാണ്. പൂർവ്വ ബംഗാൾ എന്താണ്? ബംഗാളിനെ രണ്ടായിട്ട് വിഭജിക്കുന്നു. പശ്ചിമ ബംഗാൾ എന്നും പൂർവ്വ ബംഗാൾ എന്നും. പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമായി നിലനിൽക്കുന്നു, പൂർവ്വ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമായി നിലനിൽക്കുന്നു. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി മാറുകയാണ്. എവിടെയാണ്? പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും ഭാഗമാകുന്നു, പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമാകുന്നു. അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രദേശത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്താണ് സിൽഹെറ്റ് എന്ന് പറയുന്നത്? സിൽഹെറ്റ് ഇപ്പോൾ എവിടെയാണ്? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമാണ്. എന്നാൽ മുൻപ് എവിടെയാണ് നിന്നിരുന്നത്? ഇന്ത്യയുടെ അസമിൽ നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. അത് പിന്നീട് ഇപ്പോഴും എങ്ങോട്ട് മാറി? കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, നമ്മൾ ആ സിൽഹെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ആ സിൽഹെറ്റിന്റെ ഒരു ചെറിയ ചരിത്രം ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണ്, എപ്രകാരമാണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്? ഹിതപരിശോധനയും സിൽഹെറ്റും എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിലാണ് തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹെറ്റ് എന്ന് പറയുന്നത്. എവിടെയായിരുന്നു? അസം പ്രവിശ്യ, നമ്മുടെ അസമിലായിരുന്നു സിൽഹെറ്റ് എന്ന് പറയുന്നത്. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. എന്താണ് മൗണ്ട് ബാറ്റൺ? ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട്. ജൂൺ 3 പദ്ധതി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓർത്തു വെക്കുന്നില്ലേ? അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഈ മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അസമിലെ സിൽഹെറ്റിൽ ഒരു ഹിതപരിശോധന നടക്കുകയാണ്. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും എന്താണ്? കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അപ്പൊ അവിടെ ഒരു ഹിതപരിശോധന നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നുള്ള ആവശ്യം പ്രകടിപ്പിക്കുകയും അത് സംഭവിക്കുകയും ചെയ്യുന്നു. സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രം, ഏതാണ്? കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് ഇന്ത്യയോടൊപ്പം നിലകൊള്ളുന്നത്. ബാക്കിയെല്ലാം എന്താണ്? കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അങ്ങനെ സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രം ഇന്ത്യയുടെ അസം പ്രവിശ്യയുടെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത് അവിടെ ഒരു ഹിതപരിശോധന നടക്കുകയാണ്. ജനങ്ങളുടെ ഇച്ഛാനുസരണം ആ ഒരു പ്രദേശത്തെ മാത്രം, അവിടുത്തെ ഒരു ചെറിയൊരു ഭൂപ്രദേശം മാത്രം ഇന്ത്യക്ക് ലഭിക്കുകയും ബാക്കി എന്താണ്? കിഴക്കൻ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യുന്നു. നോക്കൂ, നമ്മൾ കുറച്ച് മുൻപേ ഒരാളുടെ പേര് പരിചയപ്പെട്ടു. സിറിൽ റാഡ്ക്ലിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു. എവിടെയാണ്? അഭിഭാഷകനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയുടെ വിഭജനം സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുകയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഒരു അതിർത്തി രേഖ തയ്യാറാക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുൻപ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. വളരെയധികം കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. നോക്കൂ, അദ്ദേഹം ഇന്ത്യ മുൻപ് സന്ദർശിക്കാത്തൊരു വ്യക്തി, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളൊന്നും മനസ്സിലാക്കാത്ത വ്യക്തി ഒരു വലിയ രാജ്യത്തെ കൃത്യമായി വെട്ടിമുറിക്കുന്നതിന് വേണ്ടി വരികയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയും ഇല്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ. എന്താണ് റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയുടെ പേരാണ് റാഡ്ക്ലിഫ് ലൈൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത നമുക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ്. എന്താണ്? അദ്ദേഹം മുൻപ് ഒരിക്കലും ഇന്ത്യ സന്ദർശിച്ചിരുന്നില്ല. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നില്ല. എന്നിട്ടും വലിയൊരു ഭൂവിഭാഗത്തെ രണ്ടായിട്ട് മുറിക്കുന്നതിനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുക്കുകയും വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു. അതിലെന്താ? ഒരുപാട് പോരായ്മകളുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വളരെ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്ന രൂക്ഷമായിട്ടുള്ള ശത്രുത ഈ ഒരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെയും ഈ അതിർത്തി നിർണയത്തിലുണ്ടായ അപാകതകളുടെയും ഫലമാണെങ്കിൽ പോലും അദ്ദേഹം ഏറ്റെടുത്ത ദൗത്യം വളരെ കൃത്യമായിരുന്നു, വളരെ വലുതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ അറിവില്ലായ്മ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു പോരായ്മ തന്നെയായിരുന്നു. നോക്കൂ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയാണ്. എവിടെയാണ് അത് വിശേഷിക്കപ്പെടുന്നത്? മാഞ്ചസ്റ്റർ ഗാർഡിയൻ. എന്തായിരുന്നു മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന് പറയുന്നത്? അത് ഒരു പ്രമുഖ ദിനപത്രമായിരുന്നു. നോക്കൂ, അന്നത്തെ പ്രമുഖ ദിനപത്രമായിരുന്ന മാഞ്ചസ്റ്റർ ഗാർഡിയൻ ഇന്ത്യയുടെ വിഭജനത്തെ വിശേഷിപ്പിക്കുകയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്ന് വിശേഷിപ്പിക്കുന്നതാണ്. ആര്? മാഞ്ചസ്റ്റർ ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ ദിനപത്രം. വളരെയധികം കൃത്യമായിട്ടുള്ള പോയിന്റാണ് ടെക്സ്റ്റ്
ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. നോക്കൂ, നമ്മൾ പറയുകയാണ് ഇന്ത്യ രാജ്യത്തെ രണ്ടായി വിഭജിക്കുകയാണ്. ഇന്ത്യ എന്നും പാകിസ്ഥാനും എന്ന് പറയുന്ന രണ്ട് വലിയ ഭൂപ്രദേശങ്ങളായിട്ട് ഇന്ത്യ വിഭജിക്കപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു വിഭജനം വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമാകും, വലിയൊരു സാമൂഹിക മാറ്റത്തിന് കാരണമാകും. എന്തൊക്കെയാണ് വിഭജനാനന്തരം ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങൾ എന്ന് നോക്കൂ. ഇന്ത്യൻ വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്നും, പാകിസ്ഥാന്റെ ഭാഗമാണല്ലോ പടിഞ്ഞാറൻ പഞ്ചാബ്, അത് നമ്മൾ മനസ്സിലാക്കി, ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിക്കുകയാണ്. അതായത് അവിടെ നിൽക്കുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് അഭയം പ്രാപിക്കുവാനായിട്ട് വരികയാണ്. അതേസമയം പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും നീങ്ങി. നോക്കൂ, ഒരു മതത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂട്ടപ്പലായനം നടക്കുകയാണ്. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലെയുള്ള കൂട്ടപ്പലായനം അവിടെ സംഭവിക്കുന്നില്ല. എവിടെ? ബംഗാളിൽ. നമുക്ക് പഞ്ചാബിൽ വലിയൊരു കൂട്ടപ്പലായനം സംഭവിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഹിന്ദുക്കളും സിഖുകാരും ഇങ്ങോട്ട് വരികയും ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത്? ബംഗാളിൽ പഞ്ചാബിൽ സംഭവിക്കുന്നത് പോലെയുള്ള ഒരു കൂട്ടപ്പലായനം നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് 1905 ബംഗാൾ വിഭജനത്തിനെതിരായിട്ടുള്ള മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതായത് മതത്തിന് അതീതമായി അവിടെ ഒരു വസ്തുത പ്രവർത്തിക്കുന്നു. എന്ത്? ദേശീയത എന്ന് പറയുന്നത്. ഞങ്ങൾ ഹിന്ദുക്കളാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ഇന്ത്യയിൽ തന്നെ തുടർന്നു കൊള്ളുക എന്നുള്ള ഒരു നിലപാട് അവിടെ രൂപീകരിക്കപ്പെടുകയാണ് മനുഷ്യർക്കിടയിൽ. എന്തുകൊണ്ട്? ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് വളർന്നു വന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത മൂലം. നോക്കൂ, ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ള ഐക്യം അവരെ ഒത്തൊരുമിച്ച് നിൽക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പിന്നീട് ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു സവിശേഷത കൂടിയുണ്ട്. എന്താണത്? ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമാകുന്നു. എന്താണ്? ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും. അപ്പൊ ഇതൊരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ബ്രഹ്മപുത്ര നദി ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പുറത്തോട്ട് കുടിയേറി പാർക്കുവാൻ പറ്റുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയാണ്. അപ്പോ ദേശീയത മൂലവും മതനിരപേക്ഷത മൂലവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മൂലവും അവരുടെ ഭാഷ മൂലവും എന്ത് ചെയ്യുന്നു? ബംഗാളിൽ ഒരു കൂട്ടപ്പലായനം സംഭവിക്കുന്നില്ല. എന്നാൽ പഞ്ചാബിലാണെങ്കിലോ നേരെ തിരിച്ച് സംഭവിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങളും പാകിസ്ഥാനിൽ നിന്ന് സിഖുകാരും ഹിന്ദുക്കളും ഇങ്ങോട്ടും അങ്ങോട്ടും എന്ത് ചെയ്യുന്നു? വലിയൊരു കൂട്ടപ്പലായനം തന്നെ സംഭവിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ ഒരു വലിയ കൂട്ടപ്പലായനത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ അത്? ശരി. അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. എന്താണ് അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്? വിഭജനം നോവായി മാറിയപ്പോൾ. അങ്ങനെ ഒരു ടൈറ്റിൽ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്. ഞാൻ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ വായിക്കുന്നില്ല. അതിന് പകരം ഞാൻ ഒരു കാര്യം പറയാം. അതിന്റെ ഒരു സോഴ്സ് നൽകിയിരിക്കുന്നുണ്ടോ? ഉർവശി ഭൂട്ടാലിയുടെ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. ഞാൻ ഈ ഒരു പേര് മുൻപത്തെ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു ഞാനത് പറഞ്ഞത്? ആ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ ഇതൊരുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ദ അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന പുസ്തകം. ഉർവശി ഭൂട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം. അതായത് ഇതിന്റെ പ്രതിപാദ്യ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായിരിക്കണം. എഴുത്തുകാരന്റെയോ പുസ്തകത്തിന്റെയോ പേര് കാണാതെ പഠിച്ചു പോയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. PSC ചോദിച്ചത് എന്തായിരുന്നു? അതിന്റെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചോദ്യത്തിലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഉത്തരത്തിലും കൃത്യമായിട്ടുണ്ടായിരുന്നു. എന്നാൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോയ ഒരു വ്യക്തിക്കാണെങ്കിൽ എന്താണ്? അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു ഉർവശി ഭൂട്ടാലിയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന പുസ്തകം? ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാണ് ഉർവശി ഭൂട്ടാലിയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എപ്രകാരമാണ് PSC ചോദിക്കുന്നതെന്ന്? കൃത്യമായി കാണാതെ പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചോദ്യത്തിൽ ഇരിക്കുകയും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഉത്തരത്തിൽ വരികയും ചെയ്യും. പക്ഷേ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൃത്യമായി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്ന് വായിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ ഇതിനകത്തു നിന്നെല്ലാം ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ബോക്സ് ഒന്ന് വായിച്ചു വെക്കുക. ഞാനിത് വായിക്കുന്നില്ല. ഇതിനകത്ത് അധികം ഫാക്ച്വൽ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇത് വായിക്കുന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഉർവശി ഭൂട്ടാലിയുടെ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്നത് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ പ്രതിപാദ്യ വിഷയം ഇന്ത്യ വിഭജനമാണ്.
അത് മനസ്സിലായല്ലോ. ശരി, ഇന്ത്യ ചരിത്രത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയാണ്. ഈ അഭയാർത്ഥി പ്രവാഹം നമുക്കറിയാം, ഇത്തരം ഒരു വലിയൊരു അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമ്പോൾ അത്യധികം പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അല്ലെ. നോക്കൂ, എന്തായിരുന്നത്? വിഭജനം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പ്രവഹിക്കുകയാണ്. വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും പതിനായിരങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. എവിടെയൊക്കെ? കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്നു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിക്കുന്നു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് വരെ ഇരയാകുന്നു. അങ്ങനെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിഭജന സമയം എന്ന് പറയുന്നത്. നോക്കൂ, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി. വലിയ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ക്രൂരമായ ആക്രമണങ്ങൾ മനുഷ്യർക്ക് നേരെ മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് തന്നെ നമ്മൾ മറ്റൊരു ദുഃഖകരമായ വാർത്തയ്ക്ക് കൂടി കാതുകൊടുക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സ് നൽകിയിട്ടുണ്ട്, ഞാൻ വായിക്കാമത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ ആയിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. ആരാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്? എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? നോക്കൂ, 1948 ജനുവരി മാസം 30 എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി കൊല്ലപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിലൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തായിരുന്നു ആ പ്രസംഗത്തിന്റെ പേര്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു. ആര്? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറയുന്നത്. ആ പ്രസംഗമാണ് നമ്മൾ നേരത്തെ കേട്ടത്. 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ മരണ വാർത്ത അറിയിക്കുകയാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയിലൂടെ. ദ ലൈറ്റ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് അവർ ലൈഫ്സ് എന്ന് പറയുന്ന ഒരു പ്രസംഗത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ വെളിച്ചം മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ മഹാത്മാഗാന്ധിയും കൊല്ലപ്പെടുകയാണ്. രാജ്യമാകെ ഒരു ദുഃഖത്തിന്റെ നിഴലിൽ അകപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്കറിയാം, ബ്രിട്ടീഷുകാർ നൽകിയിട്ട് പോയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത്യധികം വെല്ലുവിളികളുടെയും ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ സ്വതന്ത്രാനന്തര ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതിലൊന്നായിരുന്നു അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നോക്കൂ, വളരെ മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്തൊരു വലിയ പ്രശ്നം നമ്മൾ നേരിടുകയാണ്. എന്താണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നമുക്കറിയാം തന്നെ ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് സ്വയം ഭരണാവകാശമുള്ള ഒരു അനേകം നാട്ടുരാജ്യങ്ങളുടെ കൂട്ടമായിരുന്നു മുൻപ്. എന്നാൽ പിന്നീട് എന്താണ്? ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുക എന്നുള്ളത്, ഈ നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളത് അത്യധികം കഠിനകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് വളരെ കൃത്യമായി നമുക്കറിയാം. പോർച്ചുഗീസ്, ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. നോക്കൂ, ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി പോയിട്ടും അധീശ ശക്തികളുടെ സാമീപ്യം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയിരുന്നില്ല. ആരൊക്കെയായിരുന്നു അവർ? പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും. പിന്നീട് എന്താണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്ന് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ ഭൂപ്രദേശമായിട്ട് മാത്രം നിലകൊള്ളുന്നതല്ല. പകരം എന്താണ്? അനേകം സംസ്കാരങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കലാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നത്. അപ്പോ ഈ സംസ്കാരങ്ങളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് അവിടെ ഭാഷ പ്രവർത്തിക്കുന്നു. അപ്പൊ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു രാജ്യം രൂപീകരിക്കുമ്പോൾ അതിലേക്ക് സംസ്ഥാനങ്ങളെ കൂട്ടിയിണക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ അതൊരു വലിയ വെല്ലുവിളിയുടെ രൂപത്തിൽ ഇന്ത്യക്ക് മുൻപിൽ വരികയാണ്. അങ്ങനെ ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക എന്നത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടനയായി പ്രവർത്തിക്കുന്നു. അത് ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഇന്ത്യൻ ഭരണകർത്താക്കളുടെ മുൻപിൽ നിൽക്കുന്നു. സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ. നോക്കൂ, ഞാൻ അത് ഒന്നുകൂടി വായിക്കാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ ഓഡ് വൺ ഔട്ട് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്തായിരുന്നു? അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ്, ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ തുടങ്ങിയ കാരണങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ വളരെയധികം പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. അങ്ങനെ നമ്മൾ അഭയാർത്ഥികളുടെ പുനരധിവാസം എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കുന്നു. എന്താണത്? വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി മാറി. നോക്കൂ, എത്ര വലിയ വെല്ലുവിളിയാണ് രാജ്യം നേരിട്ടതെന്ന്. എന്താണത്? വിഭജന
വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ, എന്താണ് 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായി മാറുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന 60 ലക്ഷം ജനങ്ങൾക്ക് ഇന്ത്യ അഭയം ഒരുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുവാനായിട്ട് നമ്മുടെ രാജ്യത്തിന് സാധിക്കുകയാണ്. നമ്മൾ രാജ്യം നേരിട്ട ഒരു വലിയ വെല്ലുവിളി നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ സോൾവ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. നോക്കൂ, വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നു. എവിടെ നിന്ന്? കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നെങ്കിലും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂലം നമ്മൾ അതിനെക്കുറിച്ച് ഇനി വിശദമായിട്ട് പഠിക്കും. എന്താണ്? കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാവുകയാണ്. അതോടുകൂടി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം എന്ത് ചെയ്യുകയാണ്? തുടരുകയാണ്. അതായത് ഇന്ത്യ വിഭജന സമയത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ അഭയാർത്ഥി പ്രവാഹം കുറവായിരുന്നെങ്കിലും പിന്നീട് ഈ രണ്ട് പാകിസ്ഥാനും തമ്മിൽ ഒരു ചെറിയ വിഷയം ഉണ്ടാവുകയും ആ സമയത്ത് എന്ത് ചെയ്യുകയാണ്? കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാവുകയാണ്. അതായത് രാജ്യത്തിന്റെ വിഭജന സമയത്ത് ഉണ്ടാകാത്ത അഭയാർത്ഥി പ്രവാഹം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടായി വരികയാണ്. അങ്ങനെ 1971 മറ്റൊരു രാജ്യത്തിന്റെ രൂപീകരണം നമ്മൾ പഠിക്കുകയാണ്. ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. അങ്ങനെ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയും ഇന്ത്യ അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 1971 ഒരു പുതിയ രാജ്യം രൂപീകരിക്കുന്നു. എന്താണ് അതിന്റെ പേര്? ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം രൂപീകരിക്കുകയാണ്. അങ്ങനെ 1971 ബംഗ്ലാദേശിന്റെ രൂപീകരണത്തോടെ ഈ അഭയാർത്ഥി പ്രശ്നം ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണ്. അങ്ങനെ ഒരു രാജ്യം രൂപീകരിക്കുകയാണ്. നോക്കൂ, നമ്മൾ ആ മാപ്പിൽ നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. പടിഞ്ഞാറൻ പാകിസ്ഥാനും ഈ കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രശ്നം വരികയാണ്. ഇങ്ങനെ നമുക്ക് അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവർ തമ്മിൽ അടുത്തതായിട്ടുള്ള ഒരു ഭൂപ്രദേശമല്ല. ഇത്രയും ഇതുണ്ട്, ഒന്ന് വേറൊരു ഭൂപ്രദേശവും മറ്റത് വേറൊരു ഭൂപ്രദേശവുമാണ്. അപ്പൊ ഇവർ തമ്മിൽ വളരെയധികം വ്യത്യസ്തതകൾ നിലനിൽക്കുന്നു. ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ഇന്ത്യ അതിൽ ഇടപെടുകയും 1971 ആയപ്പോഴേക്കും ബംഗ്ലാദേശ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ സമയത്തുണ്ടാകുന്ന അഭയാർത്ഥി പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട് എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വളരെ കൃത്യമല്ലേ? ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടിരുന്നില്ലേ? ആ കിഴക്കൻ പാകിസ്ഥാൻ, ആ ഒരു ചെറിയ ഭൂപ്രദേശം ഇവിടെ കണ്ടില്ലേ? ഭൂപ്രദേശം, ആ കിഴക്കൻ പാകിസ്ഥാൻ എന്താകുന്നു? ബംഗ്ലാദേശ് എന്നും അറിയപ്പെടുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നു. എവിടെ? ഇത് കണ്ടോ, ഈ കിഴക്കൻ പാകിസ്ഥാൻ. ഈ കിഴക്കൻ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിടുകയും അവരൊരു സ്വതന്ത്ര രാജ്യമായിട്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ആ രാജ്യത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. അതോടുകൂടി ഇന്ത്യയിലേക്കുള്ള കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹത്തിന് ഒരു ശമനം ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മറ്റൊരു വലിയ വെല്ലുവിളിയുടെ ഭാഗമായി നിൽക്കുകയാണ്. എന്തത്? നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തപരമായി നമ്മുടെ രാജ്യത്തിലുണ്ടായ ഒരു പ്രശ്നമാണ് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ നാട്ടുരാജ്യങ്ങളെയും സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ ഭൂപ്രദേശത്തിനുള്ളിൽ തന്നെ നിലനിൽക്കുന്ന അനേകം നാട്ടുരാജ്യങ്ങളുടെ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു. അപ്പൊ ഇവരെല്ലാം ഏകോപിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അത്യധികം ദുർഘടമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയാണ്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കുവാനോ അധികാരമുണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് ആണ്. നോക്കൂ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക്
ഇന്ത്യയിൽ എത്ര നാട്ടുരാജ്യങ്ങളുടെ എണ്ണം നോക്കൂ, 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ, അതായത് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി നിൽക്കുവാനോ ഉള്ള അധികാരം നൽകുകയാണ്. എന്ത്? 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം. അപ്പോ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. പോയിന്റ് ക്ലിയർ അല്ലേ? അപ്പോ ദൗത്യം വളരെ കൃത്യമായിട്ട് അവർ വിജയിപ്പിക്കുകയാണ്. എത്ര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുമായി കൂട്ടിച്ചേർക്കുക എന്നൊരു ദൗത്യമായിരുന്നു, 565 നാട്ടുരാജ്യങ്ങൾക്ക്. അപ്പൊ ആ ഒരു ദൗത്യം വളരെ കൃത്യമായിട്ട് അവർ പൂർത്തിയാക്കുകയാണ്. ആര്? ആഭ്യന്തര മന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, പിന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോൻ. അവർ നയിച്ച ഒരു ടീം ഈ നാട്ടുരാജ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്ത്യയുടെ പരിധിക്കുള്ളിൽ നിർത്തുകയും ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയി മാറുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ ഈ ലേന കരാറിൽ ഒപ്പുവെക്കാൻ, എന്താണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറയുന്ന ഒരു ലേന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിക്കുകയാണ്. ആര്? ഇന്ത്യ ഗവൺമെന്റ് ക്ഷണിക്കുകയാണ്. ഒരു ലേന കരാറിൽ നിങ്ങൾ ഒപ്പുവെക്കൂ, നിങ്ങൾ മാതൃരാജ്യത്തോടൊപ്പം നിലകൊള്ളൂ എന്നുള്ള ഒരു ലേന കരാർ മുന്നോട്ട് വെക്കുകയാണ്. പക്ഷേ അവിടെയും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്. എന്ത്? ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. ആ പോയിന്റുകൾ ഒന്ന് ഓർത്തു വെക്കൂ. ജുനഗഡ്, കാശ്മീർ, നമ്മുടെ സ്വന്തം തിരുവിതാംകൂർ, ഹൈദരാബാദ്, ഇവരെല്ലാം എന്താണ്? നാട്ടുരാജ്യമായിട്ട് തന്നെ നിലനിൽക്കാം എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ മാതൃരാജ്യമായി നമ്മുടെ ഇന്ത്യയോട് ചേരാനായിട്ട് വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ആരൊക്കെ? ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകുകയാണ്. അതെന്താണെന്ന് നമ്മൾ ഇനി പഠിക്കുന്നു. പ്രിവി പേഴ്സ് എന്താണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അപ്പോ എന്താണ്? ലേന കരാറിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യ ഗവൺമെന്റ് ക്ഷണിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് 4 നാട്ടുരാജ്യങ്ങൾ വിട്ടുനിൽക്കുന്ന ഏതൊക്കെയാണ്? ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ്. അപ്പൊ ഇവരെയൊക്കെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഈ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ഒരു പ്രിവി പേഴ്സ് നൽകുകയും ചെയ്യുന്നു. നോക്കൂ, എന്തായിരുന്നു പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെച്ചു. ഇതിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. വേറെ പണിയൊന്നും അറിഞ്ഞൂടല്ലോ അവർക്ക്. ഇത് പരിഹരിക്കുന്നതിനായി ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണ കുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. ഇതാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിവി പേഴ്സ് ക്ലിയർ അല്ലേ? എന്താണ്? നോക്കൂ, നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായിട്ട് കരാറുകളിൽ ഇന്ത്യ ഗവൺമെന്റ് ഒപ്പുവെക്കുന്നു. ഇതിനെ തുടർന്ന് അവരുടെ അധികാരം നഷ്ടപ്പെടുകയാണ്. ഈ നാട്ടുരാജ്യങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ട് നിങ്ങൾ വേറെ ഒരു പണിക്കും പോണ്ട, ഞങ്ങൾ പൈസ തന്നുകൊള്ളാം എന്ന് ഗവൺമെന്റ് പറയുകയാണ്. ഒരു സാമ്പത്തിക സഹായമായിട്ട് നിശ്ചിത തുക നൽകുകയാണ്. ഇതാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭീമമായിട്ടുള്ള തുക സർക്കാരിന് ഒരു വലിയ ചെലവായതിനാൽ 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഭരണഘടനയുടെ 26 വളരെ കൃത്യമായ പോയിന്റ് ആണ്. ഭരണഘടനയുടെ 26 പ്രകാരം 1971 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പ്രിവി പേഴ്സ് എന്ത് ചെയ്യുന്നു? നിർത്തലാക്കുന്നു. അതോടുകൂടി രാജാക്കന്മാർക്ക് വേറെ പണിക്ക് പോകേണ്ട അവസ്ഥ വരികയാണ്. പ്രിവി പേഴ്സ് എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, വിഭജനാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളുടെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ടും ചില അധീശ ശക്തികൾ ഇന്ത്യയിൽ തന്നെ അവരുടെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുക്കുവാനുള്ളതായിട്ടുള്ള വിസമ്മതം പ്രകടിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു. അതായത് കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് അവർക്ക് വളരെയധികം മടിയുണ്ടായിരുന്നോ? ബ്രിട്ടീഷുകാർക്കായിരുന്നോ? അല്ല. ആർക്കായിരുന്നോ? ഫ്രഞ്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും. നോക്കൂ, 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ നടക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് എന്ത് ചെയ്യുന്നു? 1954 ഇന്ത്യ വിട്ടു പോവുകയാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് അഭ്യർത്ഥിച്ചത് പ്രകാരം
പ്രകാരം മര്യാദയ്ക്ക് എന്ത് ചെയ്യുന്നു, ഫ്രഞ്ചുകാർ പെട്ടിയും കടക്കെ എടുത്ത് തിരിച്ചു പോകുന്നു. എന്നാൽ അതിനെ തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ ഈ പ്രദേശങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ത്യയിലെ ഫ്രഞ്ച് അധീന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്? ആ ഫ്രഞ്ച് അധീന കേന്ദ്രങ്ങളായിട്ടുള്ള പോണ്ടിച്ചേരി, മാഹി, യാനം, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ അധിനിവേശത്തിന് പരിപൂർണമായ അന്ത്യമാവുകയും ചെയ്യുകയാണ്. എന്നാൽ അവിടെയും വേറൊരു പ്രശ്നം ഉദിക്കുകയാണ്. എന്താണ്? ഫ്രഞ്ചുകാർ മര്യാദയ്ക്ക് പെട്ടിയും കിടക്കെ എടുത്തു പോയി, പക്ഷേ പോർച്ചുഗീസുകാർ അങ്ങനെ പോയില്ല. ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകുവാൻ പോർച്ചുഗീസുകാർ വിസമ്മതിക്കുകയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രഞ്ചുകാർ അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങി പോവുകയാണ്. എന്നാൽ പോർച്ചുഗീസുകാർ എന്താണ്, അവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന ഗോവയും ദാമനും ദിയുവും പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിക്കുകയാണ്. 1954 ഒരു ജനകീയ സമരം ഉണ്ടാവുകയും ദാദ്ര നാഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കുകയും ചെയ്യുന്നു. 1961 സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കൂ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന്. 1954 ഒരു ജനകീയ സമരം ഉണ്ടാവുകയും ദാദ്രയും നഗർ ഹവേലിയും എന്ത് ചെയ്യുന്നു, അവിടങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിക്കുന്നു. 1961 ഒരു സൈനിക നടപടി ഉണ്ടാവുകയും ഗോവയും ദാമൻ, ദിയുവും പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യൻ ശക്തികളും ഇന്ത്യയിൽ നിന്ന് അവസാനമായി പോയ യൂറോപ്യൻ ശക്തികളും എന്ന് പോർച്ചുഗീസുകാരെ പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞൊരു പോയിന്റിനെ അവസാന ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യുകയാണ്. ഇന്ത്യയിൽ ആദ്യം വന്ന യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ നിന്ന് അവസാനമായിട്ട് പോയ യൂറോപ്യന്മാരും പോർച്ചുഗീസുകാരാണ്. എന്തുമാത്രം പ്രശ്നങ്ങളാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടു പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ നടന്നതെന്ന് ക്ലിയർ ആയല്ലോ. നോക്കൂ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഭൂപടം നൽകിയിട്ടുണ്ട്. പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളെ നീല കളറിലും ഫ്രഞ്ച് അധീന പ്രദേശങ്ങളെ മറ്റൊരു കളറിലും കാണിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അത് വന്ന് നോക്കി മനസ്സിലാക്കുക. ഇത്തരം പ്രദേശങ്ങൾ ഇന്ത്യയുടെ ഏതെല്ലാം ഭൂപ്രദേശങ്ങളിലാണെന്നും ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് നിലനിന്നിരുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. ഈ ഒരു മാപ്പ് നോക്കി വെക്കുന്നത് നിങ്ങളുടെ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുന്നതിന് സഹായിക്കും. നോക്കൂ, അങ്ങനെ മറ്റൊരു വെല്ലുവിളി നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ്? ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എപ്രകാരമായിരിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഇന്ത്യയുടെ പിന്നീടുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്. നോക്കൂ, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ആര് പറയുകയാണ്? മഹാത്മാഗാന്ധി പറയുകയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ്, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. നോക്കൂ, ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് രാജ്യത്തെ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. നോക്കൂ, ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ഐക്യബോധത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് തീർച്ചയായും ഭാഷയാണ്. ആ ഭാഷ എപ്രകാരമാണ് ജനങ്ങളുടെ ഐക്യബോധത്തെയും ദേശീയതയും രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണയിക്കപ്പെടേണ്ടതെന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. 1920 നാഗ്പൂർ സെഷൻ, അത് ഓർത്തു വയ്ക്കുക. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നോക്കൂ, 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതായത് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതായിരുന്നു? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. സംസ്ഥാനങ്ങളെ സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാന ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണ്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ധർ അധ്യക്ഷനായിട്ട് 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിക്കുകയാണ്. ഏത് വർഷം? 1948. ഈ ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ,
പട്ടാഭി സീതാരാമയ്യ. ആ കമ്മിറ്റിയുടെ ഒരു പേരുണ്ട് JVP കമ്മിറ്റി എന്ന് പറയുന്നു. ആരൊക്കെയാണ് JVP കമ്മിറ്റിയില്? ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേല്, പട്ടാഭി സീതാരാമയ്യ എന്നിവർ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റി 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിക്കുകയാണ്. അത് ക്ലിയർ അല്ലേ? 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ രൂപീകരിക്കുകയാണ്. അധ്യക്ഷനായിട്ടുള്ള SK തേർ അധ്യക്ഷനായിട്ടുള്ള അതാരാണ് നിയമിച്ചത്? ഭരണഘടനാ നിർമ്മാണ സമിതി. എന്നാൽ ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു JVP കമ്മിറ്റിയെ നിയമിക്കുകയാണ്. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഏത് വർഷം? 1948. ക്ലിയർ അല്ലേ അത്? ശരി. അങ്ങനെ ഒരു ആവശ്യം വരികയാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം വരികയാണ്. എന്ത്? തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. എപ്പോൾ? 1952 ആയപ്പോൾ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു ആന്ധ്ര സംസ്ഥാനം വേണം എന്നൊരു ആവശ്യം ഉയർന്നു വരികയും 1952 പൊട്ടി ശ്രീരാമലു നിരാഹാര സമരം ചെയ്യുകയും അദ്ദേഹം നിർഭാഗ്യവശാൽ മരണം വരിക്കുകയും ചെയ്യുകയാണ്. തുടർന്നൊരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും 1953 ഒക്ടോബർ മാസം 1-ാം തീയതി ആന്ധ്ര സംസ്ഥാനം, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനം നിലവിൽ വരികയും ചെയ്യുന്നു. ഏത് വർഷം? ഏത് മാസം? 1953 ഒക്ടോബർ മാസം 1-ാം തീയതി. പൊട്ടി ശ്രീരാമലുവിന്റെ നിരാഹാര സമരം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് കലാശിക്കുകയും തുടർന്ന് വലിയൊരു പ്രക്ഷോഭം രൂപപ്പെടുകയും 1953 ഒക്ടോബർ മാസം 1-ാം തീയതി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനം രൂപീകരിക്കുന്നു. അങ്ങനെ 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കുകയാണ്. എന്ത് കമ്മീഷൻ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. PSC പരീക്ഷകളിൽ നിരവധി തവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്. എന്താണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച്. ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയാണ്. സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 1953 എന്താണ്? ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നു. അതിന്റെ അധ്യക്ഷനായിട്ട് ജസ്റ്റിസ് ഫസൽ അലി നിയമിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത്രയും പോയിന്റുകൾ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ട് തന്നെ ഇത് മനസ്സിലാക്കി പോവേണ്ടത് അത്യാവശ്യമാണ്. പരീക്ഷകൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 1956 ഒരു സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 1956 നോക്കൂ, 1956 എന്ത് സംഭവിക്കുന്നു? 1956 ഒരു സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ മാസം 1-ന് 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും രൂപീകരിക്കപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 1956 ഒരു സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെന്റ് പാസ്സാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1-ന് 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും രൂപീകൃതമാവുകയാണ്. 1956 നവംബർ മാസം 1-ാം തീയതി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഇന്ത്യയിൽ രൂപീകൃതമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു സിലബസ് നമ്മൾ ഏകദേശം പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കി കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഞാൻ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിനെയാണ് ആശ്രയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ലാസ് കണ്ടതിന് ശേഷം അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാവുകയും എങ്ങനെ ചോദ്യം വന്നാലും വളരെ കൃത്യമായിട്ട് അതിന് ആൻസർ നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക്